നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിനി ജൂനിയർക്കെതിരെ ബെൻഫിക്കയുടെ അർജന്റീനക്കാരൻ താരം ജിയാൻലൂക്ക പ്രസ്റ്റിയാനി നടത്തിയ വംശീയ അധിക്ഷേപം ഫുട്ബോൾ ലോകത്ത് ഇപ്പോഴും ഇങ്ങനെ നേറിപ്പുകയുകയാണ്. ഹോസെ മൊറീഞ്ഞയ്ക്ക് നേരെ ശക്തമായ വിമർശനം മുൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും കോച്ചുമാരുടെ ഭാഗത്തു നിന്നും വരുന്നു. ഇപ്പോഴുള്ള കോച്ചുമാർ, ചെൽസിയുടെ കോച്ച് ഇന്നലെ അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചു. ലിവർപൂളിൻ്റെ കോച്ച് സംസാരിച്ചു. മുൻ താരങ്ങൾ സംസാരിക്കുന്നു. സീഡോർഫും ലിലിയൻ തുറാമും അടക്കമുള്ളവർ സംസാരിക്കുന്നു. മൊറീഞ്ഞോ എന്താ ചെയ്തത്? ആ സംഭവം ഉണ്ടാകുമ്പോൾ മൊറീഞ്ഞോയുടെ ഒരു സ്റ്റാൻഡാണ് വളരെ വിചിത്രമായിരുന്നത്. ഞാൻ ക്രിസ്ത്യാനി പറഞ്ഞതും എടുക്കുന്നില്ല, വിനി ജൂനിയർ പറഞ്ഞതും എടുക്കുന്നില്ല, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. പക്ഷേ വിനി ജൂനിയർ സെലിബ്രേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ഒരാൾക്ക് വംശീയ അധിക്ഷേപം ഉണ്ടാവും പറയുകയാണ്, സെലിബ്രേഷനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന്. അത് അന്ന് തന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്ന എക്സ്പേർട്ടുകളായ മുൻ താരങ്ങൾ പറഞ്ഞത്. ഇത് പറയുന്നത് ആരാ? നമ്മുടെ മൊറീഞ്ഞോയാണ്. അതായത് എതിർ ടീമിനെതിരെ ഗോളടിച്ചാൽ അയാൾ ഗോളടിച്ച പോലെ ആഘോഷിച്ചിരുന്ന ആളാണ്. ആര്? കോച്ചേ. എതിർ ടീമിൻ്റെ ആരാധകർക്ക് നേരെ ഓരോ ആംഗ്യം കാണിക്കുകയും ഇവിടെ എതിർ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ മുഖത്തടിച്ചിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. പെലെയെപ്പോലെയും ഡിസ്റ്റഫാനയെപ്പോലെയും വളരെ ഗ്രേറ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്താൽ എന്താ നോക്കാം. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഈ കോച്ചുമാരും മറ്റുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലിയാം റോസ്നിയർ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ചെൽസിക്ക് അടുത്ത മത്സരം വരുന്നു, ബേൺലിക്കെതിരെ നാളെയാണ് കളി. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്, ഒരു പ്ലെയർ, വിനീഷ്യസിനെ പോലുള്ളൊരു പ്ലെയർ അപ്സെറ്റായിരുന്നു, വല്ലാതെ അപ്സെറ്റായിരുന്നു. നോർമലി ഒരു കാരണമുണ്ടായിട്ടാണ് അവർ അപ്സെറ്റ് ആവുക. കാരണം ഈ റേഷ്യൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമല്ല. ആൾക്കാർ എന്താണ് അപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് കോച്ച് മൊറീഞ്ഞോയുടെ ഭാഗത്തു കൂടിയാണ്. ഒരു മാനേജർ ഒരു തരത്തിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ പാടില്ല. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം, ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ റെസിസവുമായി ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. സോ ഒരു മാനേജർ എന്ന രൂപത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ മാനേജറായിരിക്കുമ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിതിൽ നടത്തുന്നത്, ഒരു കോച്ചും ഒരു പ്ലെയറും ഒരു മാനേജറും റേസിസത്തിൻ്റെ പേരിൽ ഗിൽറ്റി ആവാൻ പാടില്ല. അവർ ഗെയിമിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ലിയാം റോസ്നിയർ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ മൊറീഞ്ഞോയുടെ ക്ലെയിമിനെ അദ്ദേഹം എതിർത്തു എന്നതിനപ്പുറം ആർനെ സ്ലോട്ടിൻ്റെ സംസാരം ഈ വിഷയത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇൻ ജനറൽ ഒരിക്കലും നമുക്ക് ഇതൊന്നും ചെയ്താൽ പോരാ, ഈ സംഭവം തടയാൻ വേണ്ടി. ഇത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഫുട്ബോൾ കമ്മ്യൂണിറ്റി, നമുക്ക് സൊസൈറ്റിയോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതത്ര ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. ബൈ ദി വേ, പ്രോട്ടോക്കോൾ ഗെയിമിൽ കൃത്യമായി ഫോളോ ചെയ്തു എന്നുള്ളത് നല്ലതാണ്. അതൊരു നല്ല ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പ്ലെയേഴ്സ് ഇതേ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കൃത്യമായിട്ടത് റിപ്പോർട്ട് ചെയ്യും, അതിനെ അഡ്രസ്സ് ചെയ്യും, റഫറിയും അതുപോലെയൊക്കെ തന്നെ പ്രതികരിക്കും എന്നുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നോക്കുക, ശക്തമായ ഭാഷയിൽ ഗാരി ലിനേക്കർ, ഇംഗ്ലീഷ് ഇതിഹാസം, മൊറീഞ്ഞോക്കെതിരെ രംഗത്ത് വന്നു. കളിക്ക് ശേഷം മൊറീഞ്ഞോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അയാൾക്ക് വിനീഷ്യസിൻ്റെ ഗോൾ സെലിബ്രേഷനെ കുറിച്ചാണ്, ബേസിക്കലി അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയാനാണ് അയാൾക്ക് ശ്രമം ഉണ്ടായത്. ഞാൻ പറയും, ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ ഒരാളെ മാനസികമായി തളർത്തുന്നതിനും നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം വൈകാരിക ചൂഷണത്തെയാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുക. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇതൊരു ഗ്യാസ് ലൈറ്റിംഗ് ആണ് അയാളുടെ സംഭാഷണം. ഐ ആം സോറി, ബട്ട് ദാറ്റ് ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. പ്ലെയേഴ്സ് ഗോൾ സെലിബ്രേറ്റ് ചെയ്യും, അവരാ മൊമെൻറ്റിൽ എങ്ങനെ തോന്നുന്നു അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. അതൊന്നും റേഷ്യലി അബ്യൂസ് ചെയ്യാനുള്ള പ്രൊവൊക്കേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അതിനെ കണ്ടാൽ അത് വളരെ മോശമായിട്ടുള്ള ചിന്തയാണ്. മൊറീഞ്ഞോ എന്നിട്ട് പറയുകയാണ്, ബെൻഫിക്കയുടെ എക്കാലത്തെയും മികച്ച താരം ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള കളിക്കാരനാണ് എന്ന്. അതിൻ്റെ അർത്ഥം എന്തോ, എനിക്ക് കറുത്ത വർഗ്ഗക്കാരനൊരു സുഹൃത്തും ഉണ്ട് എന്ന് വലിയ ഔദാര്യം പറയുന്ന പോലെയല്ലേ അയാൾ പറഞ്ഞത്. ഇതങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഫുട്ബോൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്.
റേസിസം സത്യം പറഞ്ഞാൽ ഫുട്ബോൾ കളിയെ നിറം മങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുട്ബോളിനും അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്, പരിധിക്കപ്പുറം കടന്നു പോകുന്നുണ്ട്. ഹോസെ മൊറീഞ്ഞോ വിനി ജൂനിയർ ബ്ലെയിം ചെയ്ത് ഐ ആം സോറി, ദാറ്റ് ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. ഞാനത് വീണ്ടും പറയും, അത് റോങ് ആണ്. എന്താണ് ചൊവ്വാഴ്ച രാത്രി നടന്നത് എന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രസ്സിങ് ആയിട്ടുള്ള കാര്യമാണ്. ആരാണ് ഇവിടെ വിക്ടിം? ആ വിക്ടിമിൻ്റെ ഭാഗം നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അവിടെ നിൽക്കുന്നില്ല ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയുകയല്ല. നമ്മൾ കണ്ടല്ലോ ബെൻഫിക്കയുടെ ആരാധകർ സ്റ്റാൻഡിലിരുന്ന് റേസിസം നടത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് എന്നാണ് ഗാരി ലിനേക്കർ പ്രതികരിച്ചത്. സമീർ നസ്രിയുടെ പ്രതികരണം വന്നു. അദ്ദേഹം പറഞ്ഞു, വിനി ജൂനിയർ കൂവി, അദ്ദേഹം ഗോളടിച്ചു, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്തു, അതാണ് ഉണ്ടായത്. മൊറീഞ്ഞോ നമുക്കറിയാമല്ലോ, പിച്ചിൽ മുഴുവൻ ഓടി നടന്നിരുന്ന ആളല്ലേ. ഗോളടിച്ചാൽ ഒരിക്കൽ അയാൾ 20 മീറ്റർ മുട്ടിൽ സ്ലൈഡ് ചെയ്തില്ലേ ഗോളടിച്ചെന്നും പറഞ്ഞിട്ട്. അയാളാണ് തിയറി ഹെൻറി എന്ന രൂപത്തിലായിരുന്നു അന്നത്തെ സെലിബ്രേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള വർത്തമാനം പറയാനൊന്നും മൊറീഞ്ഞോക്ക് ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നാണ് കടുത്ത ഭാഷയിൽ സമീർ നസ്രി പറയുന്നത്. ഇനി അതല്ല, ഇന്നലെ ലിലിയൻ തുറാം പറഞ്ഞ വാക്കുകളാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുറാമുമാരുടെ പിതാവ്, മുൻ ഫ്രഞ്ച് താരം, വേൾഡ് കപ്പിലൊക്കെ മിന്നും പ്രകടനം 98 നടത്തി അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ മുൻ ഫ്രഞ്ച് താരം ലിലിയൻ തുറാം ഹോസെ മൊറീഞ്ഞോക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്നു. അദ്ദേഹം പറയുന്നു, മൊറീഞ്ഞോ ഒരു ഗ്രേറ്റ് കോച്ചാണ്, എക്സെപ്ഷണൽ കരിയർ ഉണ്ട് കോച്ച് എന്ന നിലയിൽ. അദ്ദേഹം ഒരുപാട് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള താരങ്ങൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ അയാൾ ഈ റേസിസ്റ്റ് ആക്ടിൻ്റെ വെറാസിറ്റിയെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതത്ര സുഖകരമായ കാര്യമല്ല. എങ്ങനെ അയാൾക്ക് പറയാൻ പറ്റും മിസ്റ്റർ മൊറീഞ്ഞോ? എങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റും ആ വിനി ജൂനിയറുടെ ഭാഗത്ത് പ്രൊവോക്കേഷൻ സംഭവിച്ചു എന്നുള്ളത്? ഇത് സത്യം പറഞ്ഞാൽ ദർ ഈസ് എ ഫീലിംഗ് ഓഫ് സുപ്പീരിയോറിറ്റി ആൻഡ് വെളുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ആളുടെ നാർസിസം ഈ വാക്കുകളിലുണ്ട്. എനിക്കതാ തോന്നിയത്. റേസിസ്റ്റ് ആക്ട് അതിൻ്റെ വിക്ടിം വിനി ജൂനിയറാണ്. അത് അയാളുടെ മറ്റ് സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ പറ്റും? ഇത് അയാളുടെ മുൻ സ്വഭാവവുമായി ബന്ധപ്പെട്ടല്ല, അയാളുടെ കളറുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കാൻ പറ്റും? വിനീഷ്യസ് ക്രൈസിയാണ്. അദ്ദേഹം ഈ ഇൻസൾട്ടുകൾ സ്വയം ഇൻവെൻറ്റ് ചെയ്തെടുത്ത് റഫറിയോട് പോയി പറഞ്ഞതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എംബപ്പെ അത് കൃത്യമായി കേട്ടതാണ്. അപ്പോൾ ആ കേട്ട എംബപ്പയും ക്രൈസിയാണോ? കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളൊക്കെ ക്രൈസി ആയിട്ടുള്ള ആളുകളാണോ? ഇതാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരവസ്ഥയാണ്. മൊറീഞ്ഞോ വിനി ജൂനിയറാണ് ഇതിന് റെസ്പോൺസിബിൾ. അദ്ദേഹം സഫർ ചെയ്യുന്ന റേസിസത്തിന് വിനി ജൂനിയറാണ് റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പാത്തറ്റിക്. തീർച്ചയായിട്ടും ഇത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് പ്രറ്റി പേഴ്സൺ, ആരാണ് പ്രറ്റി മാൻ എന്നുള്ളതൊക്കെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. മൊറീഞ്ഞോ ഡസ് നോട്ട് അനലൈസ് ദി റേസിസ്റ്റ് ആക്ട് ആസ് എ മാൻ ബട്ട് ആസ് എ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി കടന്ന് ഒരു വെളുത്ത വർഗ്ഗക്കാരൻ എന്ന രൂപത്തിലുള്ള ഒരു അനാലിസിസാണ് മൊറീഞ്ഞോ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരു മനുഷ്യനായിട്ട് നടത്തിയതല്ല, ഒരു വിഭാഗത്തിൻ്റെ ഭാഗം പിടിച്ചു പറഞ്ഞതാണ്. എന്തായാലും അയാളുടെ കണ്ണിലൂടെ ഇത് കാണാൻ പറ്റില്ല. നിങ്ങൾ സ്കിന്നിൻ്റെ കളറിലൂടെയല്ല കാര്യങ്ങൾ കാണേണ്ടത് എന്ന് ലിലിയൻ തുറാം പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റിഫ്ലക്സ് ചെയ്തെത്താം.